LCM ആൻഡ് HCF ആണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ LCM എന്താണെന്ന് നോക്കാം. LCM പല കുട്ടികളും തെറ്റിച്ച് കാണാറുണ്ട്. എന്താണ്? ഫൈൻഡ് LCM ഓഫ് 3, 4, 6 ബൈ ദ പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ്. അപ്പൊ പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡിലേക്ക് പോകുന്നതിന് മുന്നേ എന്താണ് ഈ LCM എന്ന് അറിയില്ലേ? അപ്പൊ അതിന് വേണ്ടിയിട്ട് സാറ് ചെയ്യാൻ പോകുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 3 എഴുതും. ഓക്കെ, 3 എഴുതും. ഇവിടെ 3ഉം 4ഉം 6ഉം ആണ് ചോദിച്ചിരിക്കുന്നത്. 3 എഴുതുന്നു. 3ന്റെ എല്ലാ മൾട്ടിപ്പിൾസും എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അങ്ങനെ ചൊല്ല. 3യുടെ എന്താണ്? 3 into 1 3, 3 into 2 6, 3 into 3 9, 3 into 4 12, 3 into 5 15. അങ്ങനെ 3ന്റെ എല്ലാ മൾട്ടിപ്പിൾസും സാർ ഇവിടെ എഴുതി. ഓക്കെ, അടുത്തത് 4 ആണ്. 4ന്റെ മൾട്ടിപ്പിൾസും ഇവിടെ എഴുതി. അറിയാലോ, 4 into 1 4, 4 into 2 8, അങ്ങനെ. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? 6 ആണ്. 6ന്റെ മൾട്ടിപ്പിൾസും എഴുതി. ഓക്കെ, ക്ലിയർ? യെസ്. ഇതിനകത്ത് കോമൺ ആയിട്ട് ഈ 3 പേരിലും കോമൺ ആയിട്ട് വരുന്നത് ആരാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താണ് ഉത്തരം പറയാം? 3 പേരിലും എനിക്ക് കോമൺ ആയിട്ട് എന്താണ് ഒരാൾ വരണം. ഓക്കെ, അത് ആരാണെന്നാണ് നിങ്ങൾ പറയേണ്ടത്. ആരാണ്? ഓക്കെ, നോക്കാം. നമുക്ക് 3 പേരിലും കോമൺ ആയിട്ട് വരാം. ഇപ്പൊ ഇവിടെ 12 ഉണ്ട്, ഇവിടെയും 12 ഉണ്ട്, ഇവിടെയും 12 ഉണ്ട്. ഓക്കെ, ഇവിടെ 24 ഉണ്ട്, ഇവിടെ 24 ഉണ്ട്, ഇവിടെയും 24 ഉണ്ട്. ക്ലിയർ? യെസ്. അപ്പൊ കോമൺ ആയിട്ട് വരുന്നത് ആരൊക്കെയാണ്? 12 അല്ലെ? പിന്നെ എന്തുണ്ട്? 24. പിന്നെ ഉണ്ടോ? ഇനി നമ്മൾ എഴുതി പോവുകയാണെങ്കിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. അതായത് 36 വരുന്നതായിട്ട് കാണാം. ഓക്കെ, ഇങ്ങനെ കോമൺ ആയിട്ട് വരുന്ന ഈ 3 പേരിലും കോമൺ ആയിട്ട് വരുന്നതില് ഏറ്റവും ചെറുത് എന്ന് പറയുന്നത് 12 ആണ്. കണ്ടോ? ദിസ് ഈസ് ദ സ്മോളസ്റ്റ് വൺ. കണ്ടോ? ഇവിടെ 12 12 ഉണ്ട്, 24 ഉണ്ട്, പിന്നെന്താണ് 36 ഉണ്ട്. അങ്ങനെ ഇതിനകത്ത് 12 ആണ് ഏറ്റവും ചെറുതായിട്ട് വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് നമുക്ക് LCM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 12 ആണെന്ന് പറയാം. കിട്ടിയോ? LCM എന്ന് പറഞ്ഞത് എന്താണ്? 12. എന്താണ് അപ്പൊ LCM? നമ്മൾ ഈ പറയുന്ന സംഖ്യകളുടെ എന്താണ് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ, അതിന്റെ എന്താണ് മൾട്ടിപ്ലിക്കേറ്റീവ് നമ്മൾ ഇവിടെ എഴുതി കഴിയുകയാണെങ്കിൽ അതിനകത്ത് കോമൺ ആയിട്ട് വരുന്നതിൽ ഏറ്റവും ചെറുത് ഏതാണോ അതാണ് എന്ത്? ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത്. അത്രേ ഉണ്ടായിരുന്നുള്ള സാർ? യെസ്, അത്രേ ഉള്ളൂ. ലോവസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്നോ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്ന് പറയാം. ഓക്കെ, ബട്ട് പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡിൽ നമുക്ക് ഇത് എങ്ങനെ ചെയ്യാം? ഇപ്പൊ പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ് എന്ന് പറയുമ്പോൾ നമ്മൾ 3നെ പ്രൈം ഫാക്ടറൈസ് ചെയ്യണം. 3നെ നമുക്ക് 3 ഡിവൈഡ് ബൈ 1 3 തന്നെ കിട്ടുള്ളൂ അല്ലെ? അപ്പൊ നമുക്ക് 3നെ നമുക്ക് 3 into 1 അങ്ങനെ എഴുതാൻ കഴിയത്തുള്ളൂ. ശരിയല്ലേ? യെസ്. അപ്പൊ നമുക്ക് 3നെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാം. 3നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? 3 into 1. അതുകൊണ്ട് സാർ 3 എഴുതിയുള്ളൂ. അടുത്തത് 4 ആണ്. 4നെ നമുക്ക് എന്താണ് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാം. അപ്പൊ 4 എന്ന് പറയുമ്പോൾ എന്താണ്? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ നമുക്ക് എന്നിട്ട് 2 കിട്ടും. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ കിട്ടും 1 കിട്ടും. അപ്പൊ 2 പ്രാവശ്യം അല്ലെ? അപ്പൊ 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 into 2 അത് ഈക്വൽ ടു 2 സ്ക്വയർ. ക്ലിയർ? യെസ്. അപ്പൊ 4ന്റെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? 2 സ്ക്വയർ. ഇനി 6ന്റെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാം. 6 എന്ന് പറയുന്നത് എന്താണ്? 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3 കിട്ടും അല്ലെ? 3നെ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 കിട്ടും. സോ 6ന്റെ പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് പറഞ്ഞാൽ 2 into 3. ക്ലിയർ? യെസ്. അപ്പൊ ഇതാണ് 6ന്റെ പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ 6 നമ്മൾ എന്താണ് 2 വെച്ച് ചെയ്തു, 3 കിട്ടി. 2 into 3. ഇനി നമ്മുടെ LCM എന്ന് പറയുന്നത് നമ്മൾ ഇതിൽ നിന്ന് എങ്ങനെയാണ് എഴുതുന്നത്? LCM എഴുതുന്ന പറഞ്ഞാൽ ഇവിടെ ഉള്ള സംഖ്യകളിലെ വ്യത്യസ്തമായുള്ള സംഖ്യകൾ ആദ്യം നമ്മൾ മനസ്സിലാക്കും. 2 എന്ന് പറഞ്ഞ സംഖ്യ ഉണ്ട് ഇവിടെ എന്തുണ്ട്? 2 ഉണ്ട് അല്ലെ? ഇവിടെയും 2 ഉണ്ട്, ഇവിടെയും 2 ഉണ്ട്, ഇവിടെ 2 ഇല്ല. ഈ 2 ഇവിടെ എത്ര ഉണ്ട്? ഒരെണ്ണം ഉണ്ട്. ഇവിടെ എത്ര ഉണ്ട്? 2 ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? വലുത് എഴുതണം. ക്ലിയർ? അപ്പൊ 2 സ്ക്വയർ. ഇനി അടുത്ത സംഖ്യ നോക്കണം. കോമൺ ആയിട്ടുള്ള സംഖ്യകളെല്ലാം നോക്കണ്ട. അടുത്ത സംഖ്യ ഏതാന്ന് നോക്കണം. 3 ഇവിടെ ഉണ്ട്, ഇവിടെ ഇല്ല. നോ പ്രോബ്ലം. പക്ഷെ ഇവിടെ ഉള്ളതിൽ 1 ആണ് പവർ. കണ്ടോ? ഏറ്റവും വലിയ പവർ 1 ആണ്. അപ്പൊ 3/1. സോ ദിസ് ബിക്കം 4 into 3 is equal to 12. ക്ലിയർ? യെസ്. സോ LCM എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ് ഓഫ് ദി ഗ്രേറ്റസ്റ്റ് പവർ. വളരെ ശ്രദ്ധിക്കണം. ഗ്രേറ്റസ്റ്റ് പവർ ഓഫ് ഈച്ച് പ്രൈം ഫാക്ടർ. മനസ്സിലായോ? ഓരോ പ്രൈം ഫാക്ടർ നിങ്ങൾ എഴുതണം. അതിനകത്ത് ഏറ്റവും വലിയ പവർ അതുള്ളത് ഏതാണോ അത് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? എഴുതാൻ. ക്ലിയർ? യെസ്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ 2 സ്ക്വയർ ആണ് 2ല് ഏറ്റവും പവർ കൂടിയത്. ഇൻറ്റു എന്താണ്? 3/1. രണ്ടിനകത്തും 3/1 ഒരു തവണയേ ഉള്ളൂ. അപ്പോൾ ഒരു പ്രാവശ്യം എഴുതാം. ഓക്കെ, സോ LCM is equal to 4 into 3. That is 12. ക്ലിയർ? അപ്പൊ ഇവിടെ പോയിന്റ് എന്താണ് മക്കളെ? പ്രോഡക്റ്റ് ഓഫ് ദ ഗ്രേറ്റസ്റ്റ് പവർ. അപ്പൊ സാറ് ഈ 2 എന്ന് പറയുന്നത് 3ലുണ്ടോ നോക്കട്ടെ. വേണ്ട, കോമൺ ആണെന്നല്ല നിങ്ങൾ നോക്കേണ്ടത്. അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. അത് പല കുട്ടികളും തെറ്റിച്ചുകളെ. പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ് ചെയ്യുമ്പോൾ LCMന്റെ ഡെഫിനിഷനിൽ പറയുന്നത് എന്താണ്?
പ്രോഡക്റ്റ് ഓഫ് ദ ഗ്രേറ്റസ്റ്റ് പവർ ഓഫ് ഈച്ച് പ്രൈം ഫാക്ടർ ഓരോന്നും എഴുതണം. അപ്പൊ 2 എഴുതണം ഞാൻ, പിന്നെ എന്തായാലും ഞാൻ 3 എഴുതണം. 2 എഴുതുമ്പോൾ 2ന്റെ പവർ കൂടുതൽ എവിടെയാണ്? ഇപ്പൊ 2² 3ന്റെ പവർ എല്ലായിടത്തും 1 അപ്പൊ 1 എഴുതുന്നു. ക്ലിയർ? യെസ്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് എൽസിയം ഓഫ് 620, 6ഉം 20ഉം. അപ്പൊ നമുക്ക് 6ന്റെ പ്രൈം ഫാക്ടേഴ്സ് നമുക്കറിയാം 2 into 3 നമ്മൾ നേരത്തെ കണ്ടതാണ്. പിന്നെ 20 നമുക്കൊന്ന് ചെയ്ത് നോക്കാം. 20 ചെയ്യുമ്പോൾ 2, 10, 2, 5 അല്ലെ? അപ്പൊ 20 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2 2 പ്രാവശ്യം വരുന്നുണ്ട്. 2 square into 5. ക്ലിയർ? യെസ്. 20 ചെയ്യാൻ നമുക്ക് 20 ചെയ്യുമ്പോൾ എന്താണ്? 2 square into 5. ഇനി നിങ്ങൾ പറയൂ എന്താണ് എൽസിയം? എൽസിയം എന്ന് പറയുമ്പോൾ ഈച്ച് പ്രൈം ഫാക്ടർ. അപ്പൊ ഞാൻ എന്ത് എഴുതണം? 2 എഴുതണം, ഇൻറ്റു 3 എഴുതണം, ഇൻറ്റു 5 എഴുതണം. ഇങ്ങനെ എഴുതുമ്പോൾ ഞാൻ എന്താ ശ്രദ്ധിക്കേണ്ടത്? 2 ഏറ്റവും കൂടുതൽ പവർ എത്രയാണ്? ഇവിടെ 1 ആണ്, ഇവിടെ 2 ആണ്. അപ്പൊ 2ന്റെ പവർ ഇവിടെ അല്ലേ കൂടുതൽ? അപ്പൊ 2 സ്ക്വയർ എഴുതണം. 3യുടെ പവർ എത്രയാണ്? 1. അപ്പൊ അത് 1 തന്നെ. 5യുടെ പവർ എത്രയാണ്? 1. അപ്പൊ അത് 1 തന്നെ. ക്ലിയർ? യെസ്. സോ ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. സോ ഫൈനൽ ആൻസർ ഈസ് 2 സ്ക്വയർ ഇൻറ്റു 3 ഇൻറ്റു 5. 2 സ്ക്വയർ എത്രയാണ്? 4. 4 ഇൻറ്റു 3 ഇൻറ്റു 5 60. ഓക്കെ, ക്ലിയർ? 4 into 3 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 12 into 5. 2 10 0 സിസ്റ്റം 1 5 6. ക്ലിയർ? യെസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ചെയ്ത് ശരിയാണോ നോക്കണേ. നമുക്ക് 6ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ വരുന്ന സംഖ്യകൾ എടുത്തു എഴുതാം. സാർ എഴുതി. 20യുടെ എഴുതാം. 40, 60, 80 അല്ലെ? അപ്പൊ അതിനകത്ത് 60 കോമൺ ആയിട്ട് തന്നെ കണ്ടോ? ദിസ് ഈസ് എൽസിയം. അപ്പൊ നമ്മൾ ചെയ്ത എൽസിയം എന്താണ്? ശരിയാണെന്ന് മനസ്സിലായി അല്ലെ? യെസ്. അങ്ങനെയാണെങ്കിൽ അടുത്തതിലേക്ക് പോകാം മക്കളെ. HCF. എന്താണ് HCF എന്ന് പറയുന്നത്? ഓക്കെ, അപ്പൊ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ HCF ഓഫ് 620 ബൈ ദ പ്രൈം ഫാക്ടറൈസേഷൻ മെത്തഡ്. HCF കണ്ടുപിടി. അപ്പൊ HCF എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ വരുന്ന സാധനങ്ങളല്ല നമ്മൾ എഴുതുന്നത്. 6നെ എനിക്ക് എന്തൊക്കെ വെച്ച് ഡിവൈഡ് ചെയ്യാൻ കഴിയും? 6നെ 6 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ലേ? 6 ഡിവൈഡ് ബൈ 6 എനിക്ക് ഇതിട്ട് ഒരു 1 6 6 6 അല്ലേ? അപ്പൊ 6ന്റെ ഒരു ഫാക്ടർ ആരാണ്? 6 ഒരു ഫാക്ടർ ആണ് അല്ലെ? 1 ഒരു ഫാക്ടർ ആണ്. യെസ് യെസ്. പിന്നെ എനിക്ക് 6നെ എന്ത് വെച്ച് ഡിവൈഡ് ചെയ്യാൻ? 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 3 2s are 6. അപ്പോ 2 ഒരു ഫാക്ടർ ആണ്, 3 ഒരു ഫാക്ടർ ആണ്. മനസ്സിലായോ? അപ്പൊ ഈ 6 1 2 3 ഇതെല്ലാം ആരുടെ ഫാക്ടർ ആണ്? 6ന്റെ ഫാക്ടർ ആണ്. മാക്സിമം 6 വരുള്ളൂ, അതിന്റെ അപ്പുറത്തേക്ക് പോകില്ല. ക്ലിയർ? യെസ്. അപ്പൊ ഫാക്ടേഴ്സ് ആർ എഴുതാൻ പോവുകയാണ്. 1 2 3 6. ഇതൊക്കെയാണ് 6ന്റെ ഫാക്ടേഴ്സ്. 6നെ നമുക്ക് ഇത് വെച്ചൊക്കെ ഡിവൈഡ് ചെയ്യാൻ പറ്റും, കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റും, റിമൈൻഡർ ഉണ്ടാവില്ല. സിമിലർലി 20യുടെ ഫാക്ടേഴ്സ് എന്തൊക്കെയായിരിക്കും പറയാൻ പറ്റുമോ? ഒന്ന് 20നെ നമുക്ക് 20 വെച്ച് തന്നെ ഡിവൈഡ് ചെയ്യാം. 1 20s are 20. കണ്ടോ? അപ്പൊ 20 എന്ന് പറയുന്നത് ഒരു ഫാക്ടറാണ്. പിന്നെ 20 താഴേക്കായിരിക്കും അല്ലെ? 20നെ നമുക്ക് എന്താണ് 10 വെച്ച് ഡിവൈഡ് ചെയ്തൂടെ? 2 10s are എന്താണ് 20. അപ്പൊ നമുക്ക് 2 വരെ കിട്ടി, 2 കിട്ടി 10 കിട്ടി. 2 വരും, 10 ഒരു ഫാക്ടർ ആയിട്ട് അല്ലെ? ഇനി നമ്മൾ നോക്കേണ്ടത് 10നെ എങ്ങനെ കിട്ടും? 5 into 2. അപ്പൊ 5 ഒരു ഫാക്ടർ ആണ് അല്ലെ? അപ്പൊ അങ്ങനെ 20യുടെ ഫാക്ടേഴ്സും നമുക്ക് ഇവിടെ എന്താണ് എടുത്ത് എഴുതാൻ കഴിയും. നോക്കാം. 1 ഒരു ഫാക്ടർ ആണ്, 2 ഫാക്ടർ ആണ്, 4 5 10 പിന്നെ എന്താണ് 20 കൂടി വരും. ക്ലിയർ? ഇതിനകത്ത് രണ്ടുപേരിലും കോമൺ ആയിട്ടുള്ളത് ആരാണ്? 2. രണ്ടിലും കോമൺ ആയിട്ടുള്ളത് ആരാണ്? 2. അപ്പൊ സാറെ കോമൺ ആയിട്ട് 1 ഇല്ലേ? ഉണ്ട്. പക്ഷെ ഹയസ്റ്റ്. ഇപ്പൊ മക്കളെ സ്മോളസ്റ്റ് പവർ എന്ന് പറഞ്ഞാൽ ഇവിടെ 2 ഉണ്ട്, 2 സ്ക്വയർ ഉണ്ട്. രണ്ടിലും കോമൺ ആയിട്ട് 2 ഉണ്ട്. 2 എടുത്ത് എഴുതണം. ഏറ്റവും ചെറുത് എടുത്ത് എഴുതണം. ശ്രദ്ധിച്ചോ? സ്മോളസ്റ്റ് പവർ. പക്ഷെ നമ്മൾ എൽസിയം കണ്ടപ്പോ എന്തായാലും ലാർജസ്റ്റ് പവർ എഴുതി അല്ലെ? യെസ്. സോ HCF ആൻഡ് എൽസിയം കാണാൻ പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ആണ്. 6 72 120 യൂസിങ് പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ്. നമുക്ക് പെട്ടെന്ന് ചെയ്യാം. 3 പേരാണ്. അപ്പൊ ഇതിനകത്ത് 6ന്റെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാൻ പെട്ടെന്ന് ചെയ്യാൻ 2 into 3 നമ്മൾ നേരത്തെ കണ്ടതാണ്. 72. അടുത്ത് 72 ആണ്. 72ന്റെ ചെയ്യാം. 72 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും എന്നറിയോ? 2 divided by 72 36. Again നമ്മൾ 2 divided by 36 18. 2 divided by 18 9. 3 വെച്ച് ചെയ്യാം. അപ്പൊ 3. സോ ഇതെല്ലാം എടുത്ത് എഴുതി കഴിഞ്ഞാൽ 2 എത്ര ടൈംസ്? 3 ടൈംസ്. 3 എന്താണ്? 2 ടൈംസ്. ഓക്കെ, യെസ്. നെക്സ്റ്റ് അടുത്തത് 120 ആണ്. 120നെ ആദ്യം 2 വെച്ച് ഡിവൈഡ് ചെയ്യുക. സോ യു വിൽ ഗെറ്റ് 60. 120യുടെ പകുതി. ഓക്കെ, അഗൈൻ 2 30. അഗൈൻ 2 50. 3 വെച്ച് ഡിവൈഡ് ചെയ്യുക 5. ഓക്കെ, യെസ്. സോ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കണം. ഓക്കെ, ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് പറയുന്നത്. ഇതിനകത്ത് കോമൺ ആയിട്ട് ആരുണ്ട്? 2 ഉണ്ട്. കോമൺ ആയിട്ട് 2 ഉണ്ട്. സോ ഞാൻ HCF കാണുന്ന സമയത്ത് ഞാൻ 2 എഴുതി ഇൻറ്റു.
അപ്പൊ ശ്രദ്ധിക്കണം, 2ൽ ഇവിടെ പവർ 3 ഉണ്ട്, 3 ഉണ്ട്, ഇവിടെ 1 ഉണ്ട്. ഏറ്റവും കുറഞ്ഞ പവർ ഏതാണ്? 2:1. ഓക്കെ, അടുത്ത 3 ഉണ്ട്, 3 ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. ഏറ്റവും കുറഞ്ഞ പവർ ഇതാണ് 1 അല്ലേ? അപ്പൊ 3:1. 5 എഴുതാൻ പറ്റുമോ? ഇല്ല, കാരണം എല്ലാത്തിലും ഉണ്ടോ? ഇല്ല. എല്ലാത്തിലും ഉള്ളത് എഴുതാൻ പാടും. ഓക്കെ, ക്ലിയർ? സോ ദ ആൻസർ ഈസ് 6. ക്ലിയർ? യെസ്. സോ HCF is the product of smallest power of each common prime factor. കണ്ടോ, എല്ലാത്തിലും ഉള്ളതായിരിക്കണം, ചെറുതുമായിരിക്കണം. HCF is equal to 2 ഇവിടെ ഉണ്ട്, 2 ഇവിടെ ഉണ്ട്, 2 ഇവിടെ ഉണ്ട്. അപ്പൊ ഏതെടുക്കും? 2 ഏറ്റവും ചെറുതുള്ളത്. ഓക്കെ, അതുപോലെ 3 ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. 3 സ്ഥലത്തും 3 ഉണ്ട്, ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. അത് ഏറ്റവും ചെറുതായിട്ടുള്ളത് ഇതുണ്ട്, ഇതുണ്ട് അല്ലേ? അപ്പൊ ഏറ്റവും ചെറുത് ആദ്യം എടുക്കാം. ഓക്കെ, അതാണ് എടുക്കേണ്ടത്. 2 into 3, ഫൈനൽ ആൻസർ is 6. ക്ലിയർ? യെസ്. അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ LCM ആൻഡ് HCF ഓഫ് ദ ഫോളോയിങ് ഇന്റിജേഴ്സ് ബൈ അപ്ലൈയിങ് ദ പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ്. 18, 30, 48 ഇതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, അപ്പൊ 18, 30, 48 എന്ന് പറയുന്ന ഈ സംഖ്യകളുടെ എന്താണ് LCMഉം നമ്മൾ HCF രണ്ടും കണ്ടുപിടിക്കും. അപ്പൊ 18 എഴുതി സാറ്, 30 എഴുതി, 48 എഴുതി. ഇങ്ങനെയുള്ള കേസുകൾ നിങ്ങൾ നോക്കേണ്ടത് 18, 30, 48 ഇങ്ങനെ ഒരുമിച്ച് എഴുതിയിട്ട് ഇങ്ങനെ വരാറ്. കണ്ടോ, മൂന്നിലും കോമൺ ആയിട്ട് പോകുന്ന ഒരാളെ ഇവിടെ ആദ്യം എടുക്കാം. 2 എടുക്കാം. 2 എടുക്കുമ്പോൾ ഇവിടെ 9 പോവും, 15, ഇവിടെ എന്താണ് 24. കണ്ടോ, അപ്പൊ നമ്മുടെ HCF കാണുന്ന സമയത്ത് നമുക്ക് ഈ എഴുതിയ 2ന് എടുക്കാം, കാരണം 2 കോമൺ ആണ്, 2 എല്ലാത്തിലും പോണതാണ്. ഓക്കെ, ഇനി ഇവിടെ 3 എടുക്കാം. 3 എല്ലാത്തിലും പോകുന്ന നോക്കിയാൽ പോവും. 9 എത്ര പ്രാവശ്യം പോവും? 3 പ്രാവശ്യം പോവും. 15 എത്ര പ്രാവശ്യം പോവും? 5 പ്രാവശ്യം പോവും. 24 8 പ്രാവശ്യം. അപ്പൊ 3യും ഈ പറയുന്ന 3 പേരിലും പോകുന്നതാണ്, കോമൺ ആണ്. അപ്പൊ ഇൻറ്റു 3. ഇനി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 3 ഇവിടെ എടുക്കുകയാണെങ്കിൽ അത് ഇവിടെ പോകും, പക്ഷെ 5 പോവില്ല, 8 പോവില്ല. ഇനി 2 ആണ് എടുക്കണമെങ്കിൽ അതൊരിക്കലും എന്താണ് 3 പോവില്ല. അപ്പൊ ഇനി അങ്ങോട്ട് ഈ 3 പേരിലും കോമൺ ആയിട്ട് ഒന്നുമില്ല. മനസ്സിലായോ? അപ്പൊ ഇവിടെ വെച്ച് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക. ഇത്രയും ആൾക്കാർ തമ്മിൽ ഗുണിച്ചാൽ നിങ്ങൾക്ക് എന്ത് കിട്ടി? HCF കിട്ടി. ക്ലിയർ ആണോ? യെസ്. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ സാർ ആദ്യം 2 വെച്ച് ഡിവൈഡ് ചെയ്തു, പിന്നെന്താണ് 3 വെച്ച് ഡിവൈഡ് ചെയ്തു. പിന്നെ നോക്കുമ്പോ എന്താണ് കോമൺ ആയിട്ട് ഒന്നും തന്നെ ഇല്ല അല്ലെ? ഈ 3ലോ 5ലോ 8ലോ കോമൺ ആയിട്ട് ഒന്നുമില്ല. അവിടെ വെച്ച് ഞാൻ നിർത്താം, ഫസ്റ്റ് അവിടെ വെച്ച് നിർത്താം. അതിനുശേഷം HCF എഴുതാം. എന്താണോ നിങ്ങൾക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് അത് തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? HCF കിട്ടും. ക്ലിയർ? യെസ്. യെസ്. എന്ന് വെച്ചാൽ ഇവിടെ വെച്ച് നിർത്തരുത്, നമുക്ക് ഇനി LCM കണ്ടുപിടിക്കണം. അപ്പൊ എന്ത് ചെയ്യണം? അപ്പൊ ഇവിടെ 3 ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 3ല് 3 എത്ര പ്രാവശ്യം പോവും? 1 ടൈംസ്. 5ൽ പോവോ? ഇല്ല, 5 ഇറക്കി എഴുതാ, 5 ഇങ്ങോട്ട് ഇറക്കി എഴുതാ. 8ൽ പോവോ? ഇല്ല, 8 ഇറക്കി എഴുതാം. ക്ലിയർ? എഗെയിൻ നമ്മൾ ഇവിടെ ചെയ്യുന്ന സമയത്ത് എന്താണ്? ഇനി 5 എടുക്കണം. 5 1 ഇറക്കി എഴുതാ. 5ൽ 5 എത്ര പ്രാവശ്യം പോകും? 1 ടൈംസ് പോവും. 8 ഇറക്കി എഴുതാം. എഗെയിൻ ഇനി എന്താ? 2 വെച്ച് ചെയ്യാം അല്ലെ? 1 ഇറക്കിയത് ഇവിടെ എന്താ? 4 കിട്ടും. എഗെയിൻ 2 വെച്ച് ചെയ്യാം, കാരണം 4ൽ 2 പോകും. ഇപ്പൊ എന്താ? 1 ഇറക്കിയത് ഇവിടെ 2 കിട്ടും. കണ്ടോ? എഗെയിൻ 2 ചെയ്യാം. അപ്പൊ ഇവിടെ എന്താണ്? 1 കിട്ടും, ഇവിടെ 1 കിട്ടും, ഇവിടെ 1. അങ്ങനെ ലാസ്റ്റ് 1 കിട്ടുന്നത് വരെ നിങ്ങൾ എന്ത് ചെയ്യണം? അപ്പൊ ഇവിടെ എന്താണോ കിട്ടുന്നത് ഈ ഒരു സൈഡിൽ, ഈ അറ്റം മുതൽ ഈ അറ്റം വരെ എന്താണ് കിട്ടുന്നത്, ഇതെല്ലാം കൂടി നിങ്ങൾ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്താൽ, ഈ സംഖ്യകളെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ അതാണ് LCM. അപ്പൊ LCM നിങ്ങൾ എഴുതുമ്പോൾ എന്തൊക്കെ എഴുതണം? നിങ്ങൾ നോക്ക്, ഇവിടെ 2 എത്ര പ്രാവശ്യം വരുന്നുണ്ട്? 1 2 3 4. 2 4 തവണ വരുന്നുണ്ട്, ഇൻറ്റു പിന്നെന്താണ് 3 2 തവണ വരുന്നുണ്ട്, 3 സ്ക്വയർ ഇൻറ്റു 5 എന്താണ് 1 തവണ വരുന്നുണ്ട്. അപ്പൊ ഇവിടെ നിങ്ങൾ ഒരു നിയമങ്ങളും നോക്കണ്ട, ഇവിടെ വരുന്നത് എന്താണോ അതെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്യണം. മനസ്സിലായോ? ഇതാണ് ഒരു ഈസി മെത്തേഡ് എന്ന് പറയുന്നത്. ക്ലിയർ? യെസ്. അപ്പോ ഈ 1 ഇങ്ങനെ വരും, 5 കൊണ്ട് ഡിവൈഡ് ചെയ്തു, അപ്പോ 8 നേരത്തെ സാർ പറഞ്ഞ പോലെ എന്താണ് 4 വന്നു, 2 വെച്ച് ഡിവൈഡ് ചെയ്തു, എല്ലായിടത്തും 1 വരെ ചെയ്യാം. അതിനുശേഷം ആ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന എല്ലാവരെയും, അതായത് ഇവിടെയുള്ള എല്ലാവരെയും നിങ്ങൾ എന്ത് ചെയ്യണം? എടുത്തിട്ട് അങ്ങോട്ട് ഗുണിച്ചു കഴിഞ്ഞാൽ അതാണ് എന്ത്? LCM. ഓക്കെ, ക്ലിയർ? യെസ്. അപ്പോ LCM കിട്ടി 720. മൾട്ടിപ്ലൈ 16 × 9 × 5 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താണ് 720 കിട്ടും. ഓക്കെ, 16 × 9 4 ശിഷ്ടം 5 9 9 14 144 ഇൻറ്റു 5 14 0 ശിഷ്ടം 2 4 5 22 22 ശിഷ്ടം 2 ഒരു 5 5 2 7. ഓക്കെ, ക്ലിയർ? യെസ്. ഓക്കെ, ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് പ്രോബ്ലം. 12 16 36. അപ്പൊ നമുക്കൊന്ന് ചെയ്യാം. 12 16 36. ഓക്കെ, ഇത് നമ്മൾ സാർ അതിന് 2 വെച്ച് ഡിവൈഡ് ചെയ്യും.
അപ്പൊ ഇവിടെ എത്ര പ്രാവശ്യം പോകും? 6, 8, ഇവിടെ 1 ടൈംസ് 8 അല്ലേ? യെസ്. വീണ്ടും 2 വെച്ച് ഡിവൈഡ് ചെയ്തു. ഇപ്പൊ 3, ഇവിടെ എന്താണ് 4, ഇവിടെ 9. ഇനി 2 വെച്ച് പോകില്ല, 3 വെച്ച് പോകും. മൂന്നിലും കോമൺ ആയിട്ട് ഒന്നും തന്നെ ഇല്ല. അപ്പൊ ഇവിടെ വെച്ച് നിർത്തുക. അതാണ് നമ്മുടെ എച്ച് സി എഫ്. എച്ച് സി എഫ് ഈസ് ഈക്വൽ ടു 2 into 2, ദാറ്റ് ഈസ് ഈക്വൽ ടു 4. ഈസി. ദെൻ ഇവിടെ വെച്ച് വീണ്ടും നമ്മൾ എന്താണ് 3 വെച്ച് ഡിവൈഡ് ചെയ്യും. അപ്പോൾ 1 കിട്ടും. ഇവിടെ 4, ഇവിടെ 3. ഓക്കെ, വീണ്ടും 3 വെച്ച് ചെയ്യുമ്പോൾ 1ൽ പോകില്ല, അവിടെ എടുത്തെഴുതുക. 4ൽ പോലും എടുത്തെഴുതുക. ഇതിനകത്ത് ഒരു തവണ. എഗെയിൻ ഇനി എന്താണ് 4 ആണ്. 4ൽ 2 ഇടാം. ഓക്കെ, 1, 2, 1. എഗെയിൻ നമ്മൾ എന്താണ് 2 ഇടുക. ദിസ് ഈസ് ഈക്വൽ ടു 1, 1, 1. അപ്പൊ ഇവിടെ ബാക്കി ഈ ഇത്രയും പോർഷനിൽ ഇവിടെ എന്താണോ വന്നത് അതെടുത്ത് മൾട്ടിപ്ലൈ. ഇപ്പൊ 2 എത്ര പ്രാവശ്യം വന്നിട്ട് 1, 2, 3, 4. 2 എന്ന് പറയുന്നത് എന്താണ് 4 ടൈംസ്. എൽ സി എം ആണ് നമ്മൾ കാണുന്നത്. ഓക്കെ, 3 എന്ന് പറയുന്നത് എത്ര പ്രാവശ്യം? 2 ടൈംസ്. ക്ലിയർ? അത് ചെയ്താൽ മതി. ഓക്കെ, ക്ലിയർ? യെസ്. പെട്ടെന്ന് ചെയ്യാൻ നമുക്ക് നോക്കിക്കോളൂ. എന്താണ് നമ്മൾ ഇപ്പൊ ചെയ്തത്? കണ്ടോ, 2 വെച്ച് ഡിവൈഡ് ചെയ്തു. ഓക്കെ, അപ്പൊ എച്ച് സി എഫ് കിട്ടി. ദെൻ 3 വെച്ച് ഡിവൈഡ് ചെയ്തു. കണ്ടോ, 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താണ് 4ൽ പോകില്ല, 3ൽ പോയി. ദെൻ നമ്മൾ 2 വെച്ച് ഡിവൈഡ് ചെയ്തു. ലാസ്റ്റ് നമുക്ക് എന്താണ് ഇങ്ങനെ വേണ്ടി. ക്ലിയർ? അപ്പൊ 2 എത്ര പ്രാവശ്യം? 4 ടൈംസ്. 3 എത്ര പ്രാവശ്യം? 2 ടൈംസ്. 2⁴ എന്ന് പറഞ്ഞാൽ 16. 2⁴ എങ്ങനെയാണ് കാണുന്നത്? 2⁴. 2 4 തവണ മൾട്ടിപ്ലൈ. ഓക്കെ, ക്ലിയർ? 2 into 2 4, 2 into 2 4, that is 60. ഓക്കെ, അപ്പൊ 60 into 9, 60 into 9, 9 6 4 ശിഷ്ടം 5 1 9 9 5 14 144. യെസ്. സോ ദിസ് ഇസ് ദ ഫൈനൽ ആൻസർ. ഓക്കെ, ഇനി നമുക്ക് എക്സസൈസിലേക്ക് പോവാം. എക്സസൈസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 12, 15, 21 ആണ് ഫസ്റ്റ് വരുന്നത്. ഇത് ഞാൻ സാർ ഇങ്ങനെ ചെയ്യുന്നുള്ളൂ. നിങ്ങൾ പെട്ടെന്ന് നോക്കാം. 3 വെച്ച് ഡിവൈഡ് ചെയ്യാം. 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 12ൽ എത്ര പ്രാവശ്യം പോകും? 3 4 ടൈംസ്. ഇവിടെയോ 5 ടൈംസ്. ഇവിടെയോ 7 ടൈംസ്. ഇനി ആരെങ്കിലും പോകും നോക്കി? കോമൺ ആയിട്ട് ഇല്ല. അപ്പൊ നമ്മുടെ എച്ച് സി എഫ് എന്താണ്? എച്ച് സി എഫ് ഈസ് ഈക്വൽ ടു 3. ക്ലിയർ? യെസ്. ഇനി 4. അപ്പൊ ഇനി നമുക്ക് പോകാൻ കഴിയുന്നത് 2 ആണ്. 2 ഇവിടെ എത്ര പ്രാവശ്യം പോകും? 2 ടൈംസ്. ഇവിടെ ഒന്നും പോകില്ല. അപ്പൊ ഇത് എടുത്ത് എഴുതും. ക്ലിയർ? യെസ്. അപ്പൊ അതെടുത്ത് എഴുതി സാർ. ഇനി 2 വെച്ച് ഡിവൈഡ് ചെയ്യാം. ഇവിടെ 1 ടൈംസ്. ഇവിടെ ഒന്നും പോകത്തില്ല. ക്ലിയർ? യെസ്. അപ്പൊ അതെടുത്ത് എഴുതി. ഇനി അതിനകത്ത് എന്ത് വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും? 5 വെച്ച് ഡിവൈഡ് ചെയ്യണം. കാരണം ഇവിടുന്ന് കളയണ്ടേ. ഇവിടെ 1, ഇവിടെ 1, ഇവിടെ എന്താണ് 7 എടുത്ത് എഴുതണം. ഓക്കെ, യെസ്. ഇനി അടുത്ത് എന്താണ് 7 വെച്ച് ഡിവൈഡ് ചെയ്യും. സോ ദിസ് ബിക്കം 1, 1, ഹിയർ 1. ഓക്കെ, യെസ്. സോ ഇവിടെ എന്താണോ ബാലൻസ് വന്നത്, ദിസ് ഈസ് എൽ സി എം. ഇതിന്റെ എല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എൽ സി എം കിട്ടും. അപ്പൊ 2 പ്രാവശ്യം വരുന്നുണ്ട്. അപ്പൊ എൽ സി എം ഇസ് ഈക്വൽ ടു 2 സ്ക്വയർ ഇൻറ്റു 3 1 ടൈംസ്, 3 ഇൻറ്റു എന്താണ് 5 1 ടൈംസ്, 5 ഇൻറ്റു 7. ക്ലിയർ? ഇതെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്ത് 2 സ്ക്വയർ ഇസ് ഈക്വൽ ടു 4 ഇൻറ്റു 3 ഇൻറ്റു 5 ഇൻറ്റു 7. 4 ഇൻറ്റു 3 12, 7 5 35. സോ 12 ഇൻറ്റു 35. സോ 12 ഇൻറ്റു 35. 2 10 0 ശിഷ്ടം 1 5 5 1 6 2 6 1 3 3 0 6 2 ശിഷ്ടം 1 3 4 420. ഓക്കെ, സോ ഫൈനൽ ആൻസർ ഈസ് 400. ഓക്കെ, യെസ്. സോ നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോകാം. നെക്സ്റ്റ് 17, 23 ആൻഡ് 29. വേഗം ചെയ്യാം കേട്ടോ. ഇതിനകത്ത് വളരെ ഈസിയാണ്. കാരണം ഇത് 3ഉം പ്രൈം നമ്പറാണ്. ഒന്നും കോമൺ ആയിട്ടില്ല. സോ എച്ച് സി എഫ് എന്തായിരിക്കും എന്നറിയോ? 1. കോമൺ ആയിട്ട് 1 മാത്രമേ ഉള്ളൂ. ഓക്കെ, ക്ലിയർ? യെസ്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് 17 പോവും ഒരു ടൈം. ഇവിടെ പോവില്ല. 29. ഓക്കെ, ദെൻ ഇവിടെ 23 പോവും. ഇവിടെ പോവും, ഇവിടെ പോവും, ഇവിടെ പോവില്ല. ദെൻ എന്താണ് 29. ഇവിടെ 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 എൽ സി എന്ന് പറയുന്നത് 3 കൂടി മൾട്ടിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ക്ലിയർ? യെസ്. 17 1 ടൈംസ് ഇതിനകത്ത് പോവില്ല. ഇനി അടുത്ത് 23, അത് പ്രൈം നമ്പർ ആണ്. ഇതിനകത്ത് പോവില്ല. അടുത്ത് 29, അതും പ്രൈം നമ്പർ ആണ്. ഓക്കെ, ഇത് 3 കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? എൽ സി എം കിട്ടും. എൽ സി എം നമുക്ക് കണ്ടുപിടിക്കാം. 17, 23 ആൻഡ് 29. 17 ഇൻറ്റു 23. അത് ഫസ്റ്റ് ചെയ്യണം. 7 3 21 ശിഷ്ടം 2, 1 3 2 5, 7 2 14 4 ശിഷ്ടം 1, 2 2 1 3. സോ 1 391. ഓക്കെ, യെസ്. സോ 391 ഇൻറ്റു 29. അതാണ് അടുത്ത് ചെയ്യേണ്ടത്. 391 ഇൻറ്റു 29. 9 9 99 89 1 ശിഷ്ടം 8, 9 27 27 8 35, 2 2
9×2 ശിഷ്ടം 1, 3×6 7. സോ 9 3 9×8 13 ശിഷ്ടം 1 8 11. So this is the answer 11,339. Clear? Yes. Similarly, the last question. Okay, ഇതിനകത്തുള്ള അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ് 8, 9 and 25. നിങ്ങൾക്ക് തനിയെ ചെയ്യാൻ പറ്റുമോ? ഈ വീഡിയോ പോസ് ചെയ്തിട്ട് തനിയെ ചെയ്ത് നോക്കുക. ഓക്കെ, നിങ്ങൾ തന്നെ പറ, ഏതാണ് ഇതിനകത്ത് കോമൺ ആയിട്ട് ആരെങ്കിലും ഉണ്ടോ? 2 പോവോ? ഇല്ല. 3 പോവോ? ഇല്ല. 5 പോവോ? ഇല്ല. സോ കോമൺ ആയിട്ട് ആരും തന്നെ ഇല്ല. അപ്പൊ HCF എന്താണ്? 1. ഓക്കെ, ഇനി നമുക്ക് 2 വെച്ചത് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഇത് 4 വരും, ഇത് 9 25 അല്ലേ? യെസ്. വീണ്ടും ഇതിനകത്ത് കോമൺ ആയിട്ട് ഇനി ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അഗെയിൻ 2 വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഇവിടെ 2 വരും, ഇവിടെ എത്രയാണ്? 9 വരും, 25. അഗെയിൻ 2 വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഇവിടെ 1 വരും. 2ന്റെ പരിപാടി കഴിഞ്ഞു. 9ഉം 5ഉം വീണ്ടും എടുത്ത് എഴുതും. ഇനി 9ൽ പോകുന്ന ആരാണ്? 3 ആണ്. അപ്പൊ 3 വെച്ച് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, 25 എടുത്ത് എഴുതണം താഴെ. ഓക്കെ, ഇനി വീണ്ടും ഇവിടെ 3 എഴുതണം, കാരണം അപ്പൊ ഇവിടെ 1 വരും. ഓക്കെ, ക്ലിയർ? യെസ്. അപ്പൊ 3 എഴുതുന്നു, 1 1 then 25. ഇനി ഇവിടെ എന്ത് എഴുതണം? 5 എഴുതണം, കാരണം 25ൽ 5 ആണല്ലോ. 5 എഴുതി, 1 1 5. അഗെയിൻ വീണ്ടും ഇവിടെ എന്ത് എഴുതണം? 5 എഴുതണം. ക്ലിയർ? യെസ്. 5 1 1 1. ദെൻ ഇവിടെയുള്ള എല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ അതായിരിക്കും എന്ത്? LCM. അതായത് 2 ഇവിടെ 1 2 3 ടൈംസ് വരുന്നുണ്ട്, 3 ഇവിടെ 2 ടൈംസ് വരുന്നുണ്ട്, 5 ഇവിടെ 2 ടൈംസ്. 2 3 ടൈംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 × 2 × 2 എന്ന് പറഞ്ഞാൽ 4 × 2 എന്ന് പറഞ്ഞാൽ 8. സോ ദിസ് ഇസ് 8 ഇൻറ്റു 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9 ഇൻറ്റു 25. 9×8 72 അല്ലെ? ഇൻറ്റു 25. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്താണ് ആൻസർ വരാം? 1800. 72 ഇൻറ്റു 25. 2 10 0 ശിഷ്ടം 1, 7 5 35 1 36, 2 4 7 14 0 6 4 10 0 ശിഷ്ടം 1 4 5 3 8 1 1200. Yes. So that's all about today's lecture. So please visit part 3. Part 3ൽ നമ്മൾ എന്താണ്? LCM into HCF is equal to product of എന്താണ്? A, B. ഇത് നമ്മൾ എന്താണ്? നെക്സ്റ്റ് ക്ലാസ്സിലായിരിക്കും പഠിക്കുക. അപ്പോൾ മിസ് ചെയ്യാണ്ട് നിങ്ങൾ ആ ക്ലാസ് കാണുക. ഈ വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.